+1 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തിലെ 4th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഠത്തിൻ്റെ പേര് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞു, ഡാറ്റയുടെ വ്യത്യസ്ത ഉറവിടങ്ങൾ പറഞ്ഞു, വ്യത്യസ്ത രീതിയിലുള്ള കിട്ടിയ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ക്ലാസിഫൈ ചെയ്ത ഡാറ്റ എക്സ്ക്ലൂസീവിലേക്കും ഇൻക്ലൂസീവിലേക്കൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ വെച്ചിരിക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യാണ്, ഇനി മറ്റുള്ള ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 4th ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു ഡാറ്റയെ മറ്റൊരാൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അത് എങ്ങനെയാണ് ഒരു ഡാറ്റ നമ്മൾ ഡാറ്റയെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ആ ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ വേറൊരാൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വ്യത്യസ്ത തരത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ ഡയഗ്രാം മുഖേനയുള്ള പ്രസൻറ്റേഷനെ കുറിച്ചിട്ടാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബാർ ഡയഗ്രാം. ഇപ്പോഴത്തെ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാമിന് ബാർ ഡയഗ്രാമിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ബാർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? ബാർ ഡയഗ്രാം കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉണ്ട്, കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം ഉണ്ട്, അങ്ങനെ 3 രീതിയിലുള്ള ഡയഗ്രാമുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പൈ ഡയഗ്രാം വരയ്ക്കുക. ഈ 2 ഡയഗ്രാംസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ബാർ ഡയഗ്രാം നമുക്കറിയാം എങ്ങനെയാണ് ബാർ ഡയഗ്രാം വരയ്ക്കുക. നമുക്ക് ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്, രാജ്യം, ജനന നിരക്ക്. അപ്പോൾ ഈ ഒരു ഡാറ്റ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നൊന്ന് നമുക്ക് നോക്കാം. ശ്രീലങ്ക, ജർമ്മനി രാജ്യത്തെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെന്താണ് പറയുക? നമ്മൾ 4 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഈ ഒരു രാജ്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റയെ വേർതിരിച്ചിട്ടുണ്ട് എങ്കിൽ അതേതാണ്? നിങ്ങളൊന്ന് പറയും, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കി. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് രാജ്യം, അതുപോലെ തന്നെ സംസ്ഥാനം, നാടുകൾ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഇതിലാണ്, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ഡാറ്റ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തിയിട്ട് ബാർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഗ്രാഫ് സാധാരണ വരക്കുന്നവർക്ക് എക്സ്, വൈ, ഒറിജിൻ. അപ്പോൾ നമുക്ക് ഈ വൈ അക്ഷത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ജനനനിരക്ക് രേഖപ്പെടുത്തുക. ജനനനിരക്ക് നമ്മൾ എന്ത് ചെയ്യുക, 5, 10, 15, 20, 25, ഏറ്റവും കൂടുതൽ ഏതാ 30, 35 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണ് ജനനനിരക്ക്, ഇവിടെ രേഖപ്പെടുത്തും ജനന നിരക്ക്, ഇവിടെ രാജ്യം, അങ്ങനെയാണ് രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്യുക, ഓരോ രാജ്യം, ശ്രീലങ്ക എന്ന് പറയുന്നത് ജനനനിരക്ക് എത്രയാണ്, 33 33 ഏകദേശം 30ഉം 35ൻ്റെ ഇടയിലായിട്ട് ഏകദേശം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇത് ശ്രീലങ്ക, ഈ വരച്ചിട്ടുള്ളതാണ് ശ്രീലങ്ക. ഇങ്ങനെയാണ് ബാർ ഡയഗ്രാം വരക്കുക. അടുത്തെങ്ങനെ, ജർമ്മനി 16 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ജർമ്മനി. അടുത്തത് ചൈന എന്ന് പറയുന്നത് 20 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ബാർ ഡയഗ്രാം വരക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് ബാർ ഡയഗ്രാം വരക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ ഡിസ്റ്റൻസ് ശരിയല്ല, ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം. ഈ 3 രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 3 രാജ്യങ്ങൾക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇതിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ സ്കെയിൽ പെൻസിൽ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം വരക്കേണ്ടത്. ഇങ്ങനെയാണ് ബാർ ഡയഗ്രാം. ഇനി മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ബാർ ഡയഗ്രാമിലുള്ള രാജ്യം, ജനനനിരക്ക്, പിന്നെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, മരണനിരക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. മരണനിരക്ക് 10 സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കി പ്രോബ്ലം ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ചതിൽ നിന്ന് മായ്ക്കാത്തൊരു സാധനമാണ് ഏത്, നമ്മൾ ശ്രീലങ്ക എന്ന് പറയുന്നത് 33 ഏത് ജനനനിരക്ക്. ഇനി മരണനിരക്ക് ഇതിനെ കൂട്ടിയിട്ട് എങ്ങനെ ചെയ്യുക? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മരണനിരക്ക് 10 മരണനിരക്ക് 10 എന്ന് പറയുന്നത് ഇവിടെ 10നോടൊപ്പമുള്ള ഒരു അമ്മ പെറ്റ പോലെ എന്ത് ചെയ്യുക,
കൂട്ടിയിട്ട് സയാമീസ് ഇരട്ടകളെ പോലെ എന്ത് ചെയ്യുക, വരക്കുക. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഏതാണ് മരണനിരക്ക് ഏതാണ് ജനനനിരക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ആദ്യം മാറ്റി വെക്കുക. ഈ ഒരു അടയാളപ്പെടുത്തിയത് ജനനനിരക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ജനനനിരക്ക്. ഈ ഒരു ഭാഗം മരണനിരക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ 10ാം ക്ലാസ് മുതലേ തന്നെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് ഓരോ ഗ്രാഫ് കാണുന്ന സമയത്ത് ആ ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു ഭൂപടം കാണുന്ന സമയത്ത് ആ ഭൂപടത്തിൽ ഇത്രയും ഭാഗമാണ് ആൾതാമസമുള്ള ആളുകൾ, ഇത്ര ഭാഗം വെള്ളമാണെന്നൊക്കെ സൂചിപ്പിക്കാൻ ഒരു ബോക്സിലാക്കി ഇടുന്നത് പോലെ തന്നെ ഈ മരണനിരക്ക് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്, ഈ ചിത്രത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് തന്നെ നോക്കുക, ജർമ്മനി 16 നേരത്തെ വരച്ച 16 എന്ന് പറയുന്നത് ഇതാണ് ജനനനിരക്ക്. മരണനിരക്ക് എന്താണ്, 10 തന്നെ. 10 ഇവിടെ ഇതിനെ കൂട്ടിയിട്ടാണ് വരക്കേണ്ടത്. ഓക്കെ, ഇതാണ് ജർമ്മനി. ഓക്കെ, ഇനി ചൈനയത്തെ 20 ജനനനിരക്ക്. മരണനിരക്ക് എത്രയാണ്, 10 തന്നെ. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരക്കുന്ന രീതി എന്ന് പറയുന്നത്. അടുത്തതാണ് കോമ്പണന്റ് ബാർ ഡയഗ്രാം. കോമ്പണന്റ് ബാർ ഡയഗ്രാം എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഇതേമാതിരി തന്നെയാണ്, ഏകദേശം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നോക്കി നോക്കാം. സാധാരണ 0 x y. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടേബിൾ കൂടി കൂടുതലാക്കണം. ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ടേബിൾ കൂടി. എന്തൊക്കെയാണ് ടോട്ടൽ ചെയ്യേണ്ടത്? കോമ്പണന്റ് ബാർ ഡയഗ്രാം ചെയ്യുന്ന സമയത്ത് ജനനനിരക്കും മരണനിരക്ക് തന്നെ ഉണ്ടാവുക. കോമ്പണന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, കൂടുതൽ ഉണ്ടാവുമെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം മറ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എങ്ങനെയാണ് എടുത്തു പോകുകയെന്ന് മാത്രം. അപ്പോൾ 33 10 കൂട്ടുക, 43. 16 10 26. 20 10 30 എന്ന് ആദ്യം എഴുതുക. എന്നിട്ട് കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ശ്രീലങ്ക എന്ന് പറയുന്നതിൻ്റെ കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ശ്രീലങ്ക എന്ത് ചെയ്യണം, 10 20 30 40 50 എന്ന് നമ്മൾ രേഖപ്പെടുത്തിയത് ജനനനിരക്കും മരണനിരക്കും. ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുക ജനനനിരക്കും മരണനിരക്കും, ഇവിടെ രാജ്യം. ഓക്കെ, അപ്പോൾ 43 ഇവിടെ രേഖപ്പെടുത്തുക. 43 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. 43 ടോട്ടലിനെയാണ് ആദ്യം കോമ്പണന്റ് ബാർ ഡയഗ്രാമിൽ നമ്മൾ എടുക്കേണ്ടത്. ടോട്ടലിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ടോട്ടലായിട്ടുള്ള 43 ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 43 ഇനി 33, ഈ 43 വരച്ചിട്ടുള്ള ഈ ഒരു ഡയഗ്രാമിൽ, ഒരു ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈ ഡയഗ്രാമാണ് വരക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണം. എങ്ങനെയാണ് കോമ്പസ് പ്രൊട്ടാക്ടർ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കോമ്പസ് കൊണ്ട് വൃത്തം വരച്ചതിന് ശേഷം കോമ്പസ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പൈ ഡയഗ്രാമിൻ്റെ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. വളരെ രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇനങ്ങൾ ചെലവ് എന്ന രീതി ഉപയോഗപ്പെടുത്തിയിട്ടാണ് പൈ ഡയഗ്രാം വരക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നിട്ടുള്ള വിവരങ്ങൾ പേഴ്സൻറ്റേജ് മെത്തേഡിലാണോ തന്നിട്ടുള്ളതെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. പെർസെൻറ്റേജ് മെത്തേഡാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? തന്നിട്ടുള്ളത് 20 18 100 താഴെയുള്ള സംഖ്യകളായിരിക്കും വരിക. അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും ചെയ്യും. അപ്പോൾ 100 കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് പെർസെൻറ്റേജ് മെത്തേഡിലാണ് തന്നത് എങ്കിൽ പിന്നെ ചെയ്യേണ്ടത് പൈ ഡയഗ്രാം വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു ടേബിൾ തയ്യാറാക്കുക. ആ ടേബിളിന് 3.6 എന്നാണ് കൊടുക്കേണ്ടത്, 3.6. ഈ 3.6 കൊടുക്കാനുള്ള കാരണം നമ്മൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. നമ്മൾ കയ്യിലുള്ള ഈ ഒരു പ്രൊട്രാക്ടറിൽ മൊത്തം 180 ഡിഗ്രിയാണുള്ളത്. ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ സെൻട്രൽ ഭാഗം മാത്രമേ 180 ഡിഗ്രി ഉള്ളൂ. ഒരു വൃത്തമാണ് നമ്മൾ പറഞ്ഞിരുന്നു, പൈ ഡയഗ്രാം വൃത്താകൃതിയിലാണെന്ന് പറഞ്ഞിരുന്നു. വൃത്താകുമ്പോൾ എന്ത് ചെയ്യും, 180 180 360 ഡിഗ്രി ആയി മാറും. അപ്പോൾ അത് പെർസെൻറ്റേജിലാണ് തന്നതുകൊണ്ട് എന്ത് ചെയ്യുക, ആ 360നെ 3.6 ആക്കിയിട്ട് ചുരുക്കുക. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നു 3.6 കൊണ്ട് എന്ത് ചെയ്യുക, കിട്ടിയിട്ടുള്ള വിവരങ്ങൾ മൊത്തം
ഗുണിക്കുക, അഥവാ 20 ഇൻറ്റു 3.6 ഈക്വൽ ടു 72. അടുത്തത് 18 ഇൻറ്റു 3.6 64. അടുത്തത് 10 ഇൻറ്റു 3.6 36. 15 ഇൻറ്റു 3.6 54. 25 ഇൻറ്റു 3.6 90. പിന്നെ അടുത്തത് 12 ഇൻറ്റു 3.6 43.2. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം 3.6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഭാഗങ്ങൾ ഇത്രയും ഭാഗങ്ങളാണ്. ഇനി എന്ത് ചെയ്യണം, ഈ ചെയ്തിട്ടുള്ള 3.6 കൊണ്ട് ഗുണിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പൈ ഡയഗ്രാം വരക്കുന്നത്. പൈ ഡയഗ്രാം വരക്കുന്നത് വൃത്താകൃതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒരു കോമ്പസും പെൻസിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വൃത്തം വരച്ചു. വൃത്തത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് നമ്മൾ രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയതിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ പ്രൊട്ടാക്ടർ ഉപയോഗിക്കുക. പ്രൊട്ടാക്ടർ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് സ്പേസ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഈ ഇങ്ങനെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അടുത്തത് 20 ഇൻറ്റു 3.6 കൊണ്ട് ഗുണിച്ചാൽ 72. ആ 72 ഏകദേശം ഇവിടെ വരും. 72 ഇവിടെ വരും. ഇവിടെ നമ്മൾ രേഖപ്പെടുത്തി. ഈ രേഖപ്പെടുത്തിയ ഇതിനെയാണ് എന്തു പറയുക, സിമെൻ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തുക, സിമെൻറ്റ്. അടുത്തത് പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അഥവാ സെൻറ്റർ ഭാഗം ഇവിടെയും ബാക്കി ബാലൻസ് ഉള്ളത് സെൻറ്റർ ഇവിടെയും. അങ്ങനെ വെച്ചതിന് ശേഷം അടുത്തത് എത്രയാണ്, 64. 64 എന്ന് പറയുന്നത് 64 ഇവിടെ വരും. ഇങ്ങനെ വരച്ചു. ആ 64 എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുക. 64 ഏതാണ്, സ്റ്റീലാണ്. അടുത്തത് വെക്കേണ്ടത് ഇങ്ങനെയാണ്. അഥവാ സെൻറ്റർ ഭാഗം ഇവിടെയും ഇവിടെയായിട്ട് വരും. ഇങ്ങനെ വരച്ചതിന് ശേഷം അടുത്തത് 64 കഴിഞ്ഞാൽ 36 ഇവിടെ വരും. 36. ഓക്കെ, 36 ഇവിടെ രേഖപ്പെടുത്തി. 36 ഏതാണ്, ഇവിടെ 36 എന്ന് പറയുന്നത് ഇഷ്ടിക. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊട്ടാക്ടർ വെക്കേണ്ടത് സെൻറ്റർ ഭാഗം ഇവിടെയും ഇങ്ങനെ ആയിട്ടാണ് വെക്കേണ്ടത്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെൻറ്റർ പോയിന്റിൽ തന്നെ വെച്ച് 36 വരച്ചു. അടുത്തത് 54 ഇവിടെ രേഖപ്പെടുത്തും. വെച്ചു. 54 എന്ന് പറയുന്നത് ഏതാണ്, മരമാണ്. അടുത്തത് 54 വരച്ച 90 ഇങ്ങനെ വെക്കുക. സെൻറ്റർ പോയിന്റിൽ വരച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം 90 എന്ന് പറയുന്നത് അഥവാ 180ൻ്റെ സെൻറ്ററായിട്ടുള്ള ഈ ഒരു ഭാഗം വരും. 90 അഥവാ 90. ബാക്കിയുള്ള മുഴുവൻ ഭാഗം നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല. അളന്നു കഴിഞ്ഞാലും കിട്ടുന്നത് എത്രയായിരിക്കും, 43.2 ആയിരിക്കും. ഇങ്ങനെയാണ് പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഇത് പെർസെൻറ്റേജ് മെത്തേഡിലാണ് തരുന്നതെങ്കിലാണ്. ഇനി പെർസെൻറ്റേജ് മെത്തേഡിലല്ല തരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇനെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ക്വസ്റ്റ്യൻ ഏതാണ്, ABCDE ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. 1 8,000 5,000 4,000 2,000 1,000. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം പെർസെൻറ്റേജ് രീതിയിലല്ല തന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പെർസെൻറ്റേജിലല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് പൈ ഡയഗ്രാം വരക്കുക എന്നുള്ളതാണ്. 2 രീതിയിലാണ് ചോദിക്കുക. ഒന്നാമത്തെ രീതി നമ്മൾ പെർസെൻറ്റേജ് രീതിയിലാണ് ചോദിച്ചത്, അത് നമ്മൾ പ്രോബ്ലം ചെയ്തു. ഇനി പൈ ഡയഗ്രാം വരക്കുന്നത് പെർസെൻറ്റേജ് രീതിയിലല്ല തരുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, ഇത് പെർസെൻറ്റേജ് രീതിയിലല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെന്ത് ചെയ്യണം, പെർസെൻറ്റേജ് മെത്തേഡിലേക്ക് മാറ്റണം. ഈ തന്നിട്ടുള്ള വിവരങ്ങളെ പെർസെൻറ്റേജ് മെത്തേഡിലേക്ക് മാറ്റുക. ആ പെർസെൻറ്റേജ് മെത്തേഡിലേക്ക് മാറ്റുന്നത് പുതിയ ടേബിൾ ചിഹ്നം കൊടുക്കുക. രണ്ടാമത്തത് 3.6 കൊണ്ട് പഴയ പോലെ തന്നെ 3.6
എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് മാറ്റുക? ഇതിൻ്റെ ടോട്ടൽ കാണാം. ഇതിൻ്റെ ടോട്ടൽ 8000, 10, 11, 15, 15, 5, 20. അപ്പോൾ 20,000 നമുക്ക് ടോട്ടൽ കിട്ടി. ആ 20,000 ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ കാണണം. ഈ 8000ൻ്റെ പെർസെൻറ്റേജ് 8000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100. അഥവാ 8000ൻ്റെ പെർസെൻറ്റേജ് കാണാൻ 8000 മൊത്തം ടോട്ടൽ കിട്ടിയ 8000നെ 20,000 കൊണ്ട് ഹരിച്ച് എന്ത് ചെയ്യുക, 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടും എത്ര? 40 എന്ന ഉത്തരം കിട്ടും. അടുത്തത് 5000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100, 25. അടുത്തത് 4000 ഹരിക്കണം 20,000 ഇൻറ്റു 100, 20. അടുത്തത് 2000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100, 10. അടുത്തത് 1000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100, 5. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് കിട്ടി? പെർസെൻറ്റേജ് മെത്തേഡിലേക്ക് കണ്ടു. ഇനി പെർസെൻറ്റേജിലേക്ക് മെത്തേഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എത്രയാ? 40 ഇൻറ്റു 3.6 ഈക്വൽ ടു 144. അടുത്തത് 25 ഇൻറ്റു 3.6 ഈക്വൽ ടു 90. അടുത്തത് എങ്ങനെയാ? 20 ഇൻറ്റു 3.6 72. 10 ഇൻറ്റു 3.6 36. 5 ഇൻറ്റു 3.6 18. ഇങ്ങനെ വൃത്തം വരച്ചു. നേരത്തെ പോലെ ചെയ്ത പോലെ തന്നെ സെൻറ്റർ പോയിൻ്റ് രേഖപ്പെടുത്തി ലൈന് വരച്ചു. ലൈന് വരച്ചതിന് ശേഷം നമ്മൾ പ്രൊട്ടാക്ടർ ഇങ്ങനെ വെച്ചു. അതിൽ എത്രയാണ്? 144 എന്നാണ്. 144, 145, 144 ഇവിടെ രേഖപ്പെടുത്തി. 144 കഴിഞ്ഞാൽ 90 രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വെച്ച് 90 ഇവിടെ. ബി സി 72 ഇവിടെ വരും. 72. അടുത്തത് 36 ഇങ്ങനെ വെക്കുക. 36 ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം എന്തായിരിക്കും? ഈ പറയപ്പെടുന്ന ഇക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. സി ഡി ഇ. ഇങ്ങനെയാണ് പൈ ഡയഗ്രാം വരയ്ക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യുക? താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് തന്നെ എഴുതിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.